ഗായ്സ്, അപ്പം ഞാൻ എന്തായി നോക്കുകയാണെന്നില്ല നിങ്ങൾ ഓർക്കുന്നത്, വേറെ ഒന്നും അല്ല ഗായ്സ്, നമ്മുടെ കുളക്കരയിൽ അടിപൊളി പഞ്ഞിമിഠായി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പഞ്ഞിമിഠായി ഒന്ന് പോയി നോക്കാം അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഈ കുളക്കരയിലായതുകൊണ്ട് തന്നെ നമുക്കിതെടുത്ത് കഴിക്കാനായിട്ട് പറ്റൂല അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതെന്നെ പഞ്ഞിമിഠായി കുളക്കരയിൽ ഇരിക്കുന്നത് ഗായ്സ്. വേറെ ഒന്നും അല്ല, അത് പഞ്ഞിമിഠായി ഒന്നും അല്ല, നമ്മുടെ ഇറുക്കിക്കെട്ടി തവളയുടെ മുട്ടയാണ് കേട്ടോ. അപ്പോൾ സാധാരണ തവളയുടെ അല്ല, ഇറുക്കിക്കെട്ടി തവളേൻ്റെയാണ്. അപ്പോൾ അത് ഈ അടുത്ത് നിൽക്കുന്ന ഈ മരത്തിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ ഇറുക്കിക്കെട്ടി തവളേൻ്റെ മുട്ട. അപ്പം ഇറുക്കിക്കെട്ടി തവള നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ അതിന് എന്ത് നെയിമാണ് പറയുന്നത് നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ അതിന് ഇറുക്കിക്കെട്ടി എന്നാണ് പറയുക. പണ്ടുള്ളവരൊക്കെ ഈ തവളേനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അടിച്ച് കൊന്നു കളയും. കാരണം ഇതുങ്ങൾ വീടിൻ്റെ പരിസരത്തിരുന്ന് കരഞ്ഞാലും അതുപോലെ തന്നെ വീട്ടിലൊക്കെ കയറി വന്നാലും പരിസരത്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വളരെ ദോഷം ചെയ്യുന്ന ടൈമിലാണ്, അതായത് നമ്മൾ ദോഷമുള്ള ടൈമിലാണ് ഈ സാധനം വന്ന് കൂട് കൂട്ടുക എന്നൊക്കെയാണ് പറയാറ് കേട്ടോ പണ്ടുള്ളവരൊക്കെ. അപ്പം ഇതുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ തല്ലിക്കൊല്ലാറാണ് പതിവ്. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പാവം ജീവികളല്ലേ ഇതൊക്കെ, നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ്. അത് നമ്മൾ ഉപദ്രവിക്കുന്നൊന്നുമില്ല, ആ ചെടിയിൽ തന്നെ ഇരിക്കും. പിന്നെ ഇത് ഡേ ടൈമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ചില്ലകളിൽ കൂടെയൊക്കെ ഒളിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ചെന്ന് ചില്ലകളൊക്കെ മരങ്ങളൊക്കെ പിടിച്ച് കുലുക്കുവാണെങ്കിൽ നമ്മുടെ തലയിലേക്കൊക്കെ വീണ് നമ്മുടെ മേത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നൈറ്റ് ടൈമിലാണ് ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിക്കാണ് ഇവരിങ്ങനെ മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഞാൻ കണ്ടുകൊണ്ട് നിന്നു. ഞാൻ ആദ്യമായിട്ടാണ് അവർ മുട്ടയിടുന്നത് കാണുന്നത്. സാധാരണ തവളയൊക്കെ മുട്ടയിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തവള മുട്ടയിടുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ഇങ്ങനെ ഒരു ടൈപ്പ് പത ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ മുട്ട ഇങ്ങനെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇവർ ഈ മരത്തിലിങ്ങനെ മുട്ടയിട്ട് വെച്ച് ശരിയാക്കി. ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുട്ട അവിടെ തന്നെ മരത്തിലായതുകൊണ്ട് തന്നെ സൺലൈറ്റ് തട്ടി മുഴുവൻ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പത നമ്മുടെ ഈ മുട്ടകൾ വിരിഞ്ഞു കഴിഞ്ഞ് വാലുമാക്കരികൾ, ഈ വൈറ്റ് കാണുന്നതാണ് മുട്ടകൾ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഈ മുട്ടകൾ ഈ പതേൻ്റെ ഉള്ളിലിരുന്ന് തന്നെ വാലുമാക്കരി കുഞ്ഞുങ്ങളാകും. അപ്പോൾ ഈ പത പൊട്ടി വെള്ളമാവും. അപ്പോൾ ഈ വെള്ളമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ അത് പൊട്ടി വെള്ളമായിട്ട് ഡയറക്റ്റ് ആ വെള്ളത്തിലേക്ക് വീണ് ഈ കുളത്തിലേക്ക് വീണ് കഴിയുമ്പം അതുങ്ങൾ വാലുമാക്കരികളായിട്ട് ജീവിക്കും. അപ്പോൾ അവർ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ സൺലൈറ്റ് തട്ടി മുട്ടകളെല്ലാം ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് തിന്നു നോക്കുമെന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം ഇത് കുളക്കരയിലായതുകൊണ്ട് തന്നെ ഇതുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് അതുങ്ങളിങ്ങനെ ചാടി വരും. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് കുളത്തിലേക്ക് വീഴാം. അപ്പോൾ അവർക്കൊരു തെറ്റ് പറ്റിയതാണ്, അവർക്ക് ഇറുക്കിക്കെട്ടി തവളയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ രൂപം എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൈൻ്റെയും കാലിൻ്റെയൊക്കെ ഇടയ്ക്ക് നിറച്ച് റെഡ് കളറും പിന്നെ നല്ലൊരു ഗ്രീൻ കളറുമാണ് കേട്ടോ. അപ്പോൾ കാണാനായിട്ട് മേത്തൊക്കെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്, ഒരുമാതിരി കരച്ചിലുമാണ് കേട്ടോ നിങ്ങളുടെ. അപ്പോൾ നമുക്കിത് എന്തായാലും നമ്മുടെ കുളമല്ല കേട്ടോ, പുഴയിൽ കൊണ്ട് കളയണം. അപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, മൊത്തം അതുങ്ങളെ കൊണ്ട് ശല്യമാണ്. ഇപ്പോൾ തന്നെ കരച്ചിൽ കാരണം നമുക്ക് വയ്യ കേട്ടോ. വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലപ്പുറമാണ്. കാരണം ഇത് മേത്ത് ഒട്ടിപ്പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇറുക്കി പോലെ ഇറുക്കി പിടിക്കും. അപ്പോൾ ഞാനിത് വേഗം കൊണ്ട് കളയട്ടെ കേട്ടോ.